സംസ്ഥാനത്ത് സൈബർ തട്ടിപ്പ് തുടർക്കഥയാകുന്നു. വ്യാജ കോടതിയെയും സാക്ഷിയെയും സൃഷ്ടിച്ച് മട്ടാഞ്ചേരി സ്വദേശിയായ ഒരു സ്ത്രീയിൽ നിന്ന് 2,88,00,000 രൂപയാണ് ഈ അക്രമികൾ തട്ടിയെടുത്തത്. സ്ത്രീയെ ഫോണിൽ ബന്ധപ്പെട്ട് 5 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. ഇതിനിടെ ഫാർമസ്യൂട്ടിക്കൽ ഉടമയിൽ നിന്ന് 25 കോടി തട്ടിയതിൻ്റെ ഉറവിടം ദ്വീപ് രാജ്യമായ സൈപ്രസ് എന്ന് കണ്ടെത്തി. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ കൊച്ചിയിൽ 30 കോടി രൂപയുടെ സൈബർ തട്ടിപ്പിലൂടെ നഷ്ടമായത് വലിയ തുകയാണ് എന്നുകൂടി കേൾക്കുമ്പോൾ നമ്മൾ ആശങ്കപ്പെട്ടു പോകുന്നു. തട്ടിപ്പുകാരിൽ നിന്ന് കടുത്ത മാനസിക പീഡനമാണ് മട്ടാഞ്ചേരി സ്വദേശിയായ വീട്ടമ്മ നേരിട്ടത്. ജെറ്റ് എയർവേസ് സാമ്പത്തിക തട്ടിപ്പിൽ പങ്കുണ്ടെന്ന് പറഞ്ഞാണ് തട്ടിപ്പ് സംഘം വിളിച്ചത്. മുംബൈയിലെ തിലക് നഗർ പോലീസ് സ്റ്റേഷനിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തെന്ന് വിശ്വസിപ്പിച്ചു. വ്യാജ കോടതിയും സാക്ഷിയുമൊക്കെ സൃഷ്ടിച്ചു. ജഡ്ജിയും വക്കീലുമൊക്കെയുള്ള വ്യാജ കോടതിയിൽ വീട്ടമ്മയെ ഓൺലൈൻ വഴി ഹാജരാക്കുകയും ചെയ്തു. പണം തട്ടിയെടുത്തതിന് പിന്നാലെ കേസിൽ നിന്ന് ഒഴിവാക്കിയെന്ന് സന്ദേശമെത്തി. തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയി പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വാങ്ങാനായിരുന്നു നിർദ്ദേശം. ഈ വാക്ക് വിശ്വസിച്ച് മട്ടാഞ്ചേരി പോലീസ് സ്റ്റേഷനിലെത്തിയപ്പോഴാണ് നടന്നത് തട്ടിപ്പാണെന്ന് മനസ്സിലായത്. വീട്ടമ്മ നൽകിയ പരാതിയിൽ സൈബർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഇതിനിടെ കൊച്ചിയിൽ ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ഉടമയുടെ 25 കോടി രൂപ തട്ടിയെടുത്ത ഷെയർ ട്രേഡിംഗ് സൈബർ തട്ടിപ്പിന്റെ ആസൂത്രണം നടന്നത് യൂറോപ്യൻ ദ്വീപ് രാജ്യമായ സൈപ്രസിൽ നിന്നെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. ക്യാപിറ്റലിക്സ് എന്ന വ്യാജ ആപ്പ് വഴിയായിരുന്നു തട്ടിപ്പ്. ഇന്ത്യയിൽ മാത്രം 1000 പേർക്ക് ആപ്പിലൂടെ പണം നഷ്ടമായി. 60 മുതൽ 1 കോടി രൂപ വരെയാണ് കേരളത്തിൽ നിന്നുള്ള ആളുകൾക്ക് നഷ്ടമായത്.